എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാം തോറ്റവർ എന്ത് ചെയ്യും? ജയിക്കാൻ ഇനിയും അവസരം ഉണ്ട്. +2 പബ്ലിക് എക്സാം ആണോ +2 എക്സാം ആണോ ഇനി എഴുതേണ്ടത്? എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കതിരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കതിരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയം, തോറ്റവർ എന്ത് ചെയ്യും? തോറ്റവർക്ക് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താണ്ടെ അടുത്ത മാസം എന്ത് ചെയ്യുന്നുണ്ട്? +2 പബ്ലിക് എക്സാം മാർച്ച് 2024 രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ടാ? നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. പബ്ലിക് എക്സാമിൻ്റെ 2025 24 2025 രജിസ്ട്രേഷൻ അടുത്ത മാസമോ അതിൻ്റെ പിറ്റത്തെ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഒരു തെറ്റ് പറ്റാറുണ്ട്. ഈ പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എന്താണ് സംഭവിക്കുക? പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, മാർച്ചിൽ പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴും ജനുവരിയിലായിരിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒരിക്കലും ജനുവരിയിലല്ല, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ അത് നമ്മൾ കൃത്യമായി നമ്മുടെ വീഡിയോകളിലൂടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, എക്സാം സെൻറ്റർ വേറെ ആയിരുന്നു, അപ്പോൾ ഇനി എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? എക്സാം സെൻറ്റർ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ, ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളിലായിരിക്കില്ല നിങ്ങൾ എക്സാം എഴുതിയത്, എന്നാൽ പോലും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പബ്ലിക് എക്സാം എഴുതി നിങ്ങൾ 2 വർഷം പഠിച്ച ഏത് സ്കൂളിലാണോ ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചത് ആ സ്കൂളിലായിരിക്കും നിങ്ങൾ നിങ്ങൾ പബ്ലിക് എക്സാമിനുള്ള രജിസ്ട്രേഷൻ ആയാലും നോക്കിക്കോ. ഇപ്പോൾ ഒരു മിനിറ്റ്, പബ്ലിക് എക്സാമിനുള്ള രജിസ്ട്രേഷൻ ആയാലും എക്സാമിനുള്ള രജിസ്ട്രേഷൻ ആയാലും നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും പബ്ലിക് എക്സാം എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ മാർച്ച് മാസത്തിലാണ് പബ്ലിക് എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഈ മാർച്ച് മാസം ഫുൾ എന്തായിരിക്കും? പബ്ലിക് എക്സാമിന് വേണ്ടി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ടൈം ലഭിക്കും. അപ്പോൾ ചില വിഷയങ്ങൾക്ക് 7 to 8 ദിവസം വരെ കിട്ടും. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും, അതായത് ഇന്നൊരു പരീക്ഷ കഴിഞ്ഞാൽ നാളെ എന്തായാലും പരീക്ഷ നടത്തില്ല, മറ്റന്നാളെ നിങ്ങൾക്കുള്ള പരീക്ഷ ഉണ്ടാവുള്ളൂ. എങ്ങനെ പോയാലും നിങ്ങൾക്ക് മാക്സിമം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ലഭിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക്, അതായത് അടുത്ത വർഷം ജൂണിൽ നടക്കാൻ പോകുന്ന എക്സാം നിങ്ങൾ എഴുതുമ്പോൾ ഒരാഴ്ച മാത്രമേ പരീക്ഷ കാണുള്ളൂ. എന്താണ് 1 വീക്ക് മാത്രമേ പരീക്ഷ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ടൈം കിട്ടാതെ വരും. അപ്പോൾ ഒരാഴ്ച കൊണ്ട് പരീക്ഷ തീർക്കുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമൊന്നും ലഭിക്കില്ല. രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷ കാണും. അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എനിക്ക് +2 ജയിക്കാനുള്ള മാർക്ക് കിട്ടി, പക്ഷേ +1 മാർക്ക് പോയതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? +1 പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. കമ്പാർട്ട്മെൻറ്റിലായിട്ട് +1 ആയാലും +2 പരീക്ഷയിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം നിങ്ങൾ +1 എഴുതുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ +2 ഫെയിലായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ +2 നിങ്ങൾ ഫെയിലായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് +2 പരീക്ഷ ടഫാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ +1 രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അന്നേരം നിങ്ങൾ സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, അതായത് +1 എന്താണ് 24 +2 24 വേണ്ടത്. അപ്പോൾ ടോട്ടൽ 48 വേണ്ടത്. അപ്പോൾ നിങ്ങൾ +2 എഴുതേണ്ടതിന് പകരം
നിങ്ങൾക്ക് വേണേൽ +1 എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾ ഇത്ര എഴുതിയെടുക്കേണ്ടി വരും. 48 മാർക്ക് നിങ്ങൾ +1 നിങ്ങൾക്ക് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ സുഖം അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് +1 പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് +2 രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയായാലും നിങ്ങൾ എഴുതിയ മാർക്ക്, അതായത് TE മാർക്ക് എന്ന് പറയുമ്പം ടെസ്റ്റ് എക്സാം മാർക്ക് എന്നാണ് TE മാർക്കിനെ പറയുന്നത്. TE മാർക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ 48 മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫസ്റ്റ് ഇയർ എഴുതിയെടുത്താലും ശരി, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ എഴുതിയെടുത്താലും ശരി, അത് ഫസ്റ്റ് ഇയർ എഴുതിയെടുത്താലും ശരി, സെക്കൻഡ് ഇയർ എഴുതിയെടുത്താലും ശരി, അത് +1 എഴുതിയാലും +2 എഴുതിയാലും നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? ടോട്ടൽ എന്ത് ചെയ്യണം? TE മാർക്ക് എന്ത് ചെയ്യണം? 48 തികയണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ എലിജിബിൾ ആവുള്ളൂ, അത് ഉന്നത പഠനത്തിന് നിങ്ങൾക്ക് യോഗ്യത നേടുകയുള്ളൂ. അതായത് TE മാർക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ 48 മാർക്ക് ഉണ്ടാവണം. അത് മാത്രം ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും എഴുതാം, സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എങ്ങനെയാലും ടോട്ടൽ കൂട്ടുമ്പോൾ 48 വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാസ് ആകുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഫെയിലായി പോകുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് സുഖം എന്ന് വെച്ചാൽ അതങ്ങ് കൃത്യമായിട്ട് എഴുതിക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫെയിലായ വിദ്യാർത്ഥികൾ യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജയിക്കാൻ എന്തുണ്ട്? ഇനിയും അവസരമുണ്ട്. പബ്ലിക് എക്സാം ഉണ്ട്, സേ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരീക്ഷ എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇനിയിപ്പോൾ 1 മാർക്കിനോ, ഇപ്പം ഞാൻ പറഞ്ഞ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഇപ്പം നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് 24 മാർക്കാണെങ്കിൽ 23 നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക? റീവാലുവേഷനോ ഫോട്ടോ കോപ്പിക്കൊക്കെ കൊടുത്തു നോക്കുക. ചിലപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? 23 എന്നുള്ളത് ചിലപ്പോൾ 24 ആകും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചിലപ്പോൾ റീവാലുവേഷന് കൊടുത്താൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കൂടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 23 ഉള്ളവരാണ്, അത് ഒരു 23 22 ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ റീവാലുവേഷൻ അത് 24 കിട്ടും. പക്ഷെ എന്നാലും നമുക്കൊരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റില്ല കൂടുമെന്നുള്ളത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചില ഒരു 23 കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങൾ ഫെയിലായൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് ഒരു വിഷയത്തിന്. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8%, നിങ്ങൾക്ക് എന്താണ് 8% മാർക്കാണ് കൊണ്ടത്. അതായത് 80 മാർക്കിൻ്റെ എക്സാമിൽ 8% എന്ന് പറയുമ്പോൾ 8 മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് എന്താണ് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 30 മാർക്കാണുള്ളത്. പക്ഷേ ആ വിദ്യാർത്ഥി റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിക്ക് 38 അതിന് മേലേക്കോ കിട്ടി. അന്നേരം ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് ലഭിക്കും. പക്ഷേ 38 അതിന് മേലേക്കോ കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടും 30 മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക്. പക്ഷേ 30 മാർക്കുള്ള വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 37 വരെയാണ് വരുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് കിട്ടുകയില്ല. കാരണം 8 മാർക്ക് കൂടണം. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് 7 മാർക്കേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഒരു മാർക്കൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിവാലുവേഷനൊക്കെ കൊടുത്തൊക്കെ തോറ്റുപോയവർ ഒന്നുകൊണ്ട് വിഷമിക്കണം. നിങ്ങൾക്ക് ജയിക്കാൻ ഇനിയുണ്ട് അവസരം. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് ലോകത്തുള്ളതല്ലേ? പരിഹാരം ഈ ഒന്നും അല്ലെന്ന് ഓർത്തിരിക്കുക. പരിഹാരമില്ലാത്തൊരു പ്രശ്നവും ലോകത്തില്ല. നിങ്ങൾക്ക് ജയിക്കാൻ +2 പബ്ലിക് എക്സാം ഉണ്ട്, സേ എക്സാമും ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് ഈ പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷനും സേയുടെ രജിസ്ട്രേഷനും ഒക്കെ എപ്പോഴാണ് കൃത്യമായ രീതിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ടൈം ആകുമ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇപ്പം ഉദാഹരണം പറയുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുടക്കവുമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിന് പൈസ ചിലവൊന്നുമില്ലല്ലോ, ഒരു മുടക്കമൊന്നുമില്ലല്ലോ. അതവിടെ ഓണായി കടന്നോളും. അപ്പം നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കും. അപ്പോൾ ബൈ.